ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് എന്താണ് കർക്കിടക മാസം ആരംഭിച്ചേക്കണേണ്. അപ്പോൾ നമുക്കിന്ന് എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഞ്ഞിയുടെയൊക്കെ സമയമായിരിക്കണേണ്. അപ്പോൾ എനിക്ക് മരുന്ന് കഞ്ഞി എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കതിലൊരു വ്യത്യസ്തമായിട്ട് നമുക്കതിലൊരു കാര്യം ചെയ്യാം. ഇത് കണ്ട ഒരില ഇരിക്കണുണ്ട് എൻ്റെ അടുത്ത്. ഇതാണ് നമ്മുടെ കൊടവത്തിൻ്റെ ഇലയെന്ന് പറയും ഇതിന്. നമുക്ക് ഇതുകൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. എല്ലാവർക്കും മരുന്ന് കഴിഞ്ഞ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു തോരൻ ഒന്ന് വെച്ച് കഴിച്ചു. നമ്മൾ പച്ചച്ചീരിയൊക്കെ നമ്മൾ കറി വയ്ക്കില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിക്കും. നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ കുടവത്തിൻ്റെ ഇല തോരൻ വയ്ക്കാൻ. തേങ്ങ, ഈ തേങ്ങയിൽ ഞാൻ ഒരു പച്ചമുളക്, ഒരു അര സ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി, ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ ഞാൻ ഒതുക്കിക്കൊണ്ട് വന്നേക്കുവാണ്. പിന്നെ കടുക്, ഒരു ഇച്ചിരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഐറ്റം മതി നമുക്ക്. പിന്നെ നമ്മുടെ കുടവത്തിൻ്റെ ഇല ഞാൻ അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ, ഞാനത് വിട്ടുപോയ കാര്യം നേരത്തെ പറയാം. നമുക്ക് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഒരു ആവശ്യത്തിനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സ്പൂൺ കടുക്, അതിലേക്ക് ഉള്ളി, മുളക് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മുടെ ഈ കുടവത്തിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കുടവത്തിൻ്റെ ഇല അരിഞ്ഞതിലേക്ക് ഇട്ടു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പീര, ഞാൻ പറയല്ലേ, ഒരു പച്ചമുളക്, അര സ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി, ഇത്രയും കൂടി നല്ലപോലെ മിക്സിയിൽ ഞാൻ ഒതുക്കിയെടുത്തുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നുകൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് ഇച്ചിരി നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. തീ ഇത്തിരി നമുക്ക് കൂട്ടി വെക്കാം. അല്ല, ഒന്ന് തുറന്ന് നോക്കിയാലോ. ഇതുണ്ടോ, ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് ഇത്തിരി കൂടി ഒന്ന്
അപ്പോൾ അതേ നല്ലപോലെ വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് ഇച്ചിരി കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അതെ നമ്മുടെ കുടവത്തിൻ്റെ ഇല ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ തണ്ടും കൂടി ഒന്ന് വാടിക്കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ഇച്ചിരി കൂടി വാടിയാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുടവത്തിൻ്റെ ഇല അപ്പോൾ അതേ നമ്മുടെ കുടവത്തിൻ്റെ ഇലയൊക്കെ അതേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ വിചാരിക്കുന്ന അത്ര ചവർപ്പൊന്നുമില്ല. നമുക്ക് ചോറി കൂട്ടി തിന്നാവുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ കർക്കിടക മാസത്തിൽ മാത്രമല്ല, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഷുഗറുകാർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് കുടവത്തിൻ്റെ ഇല. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിക്കണേ. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് കഴിക്കണം. പിന്നെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നെ എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.